രാത്രി 2 മണി. സോ ഞാൻ കുറേ നാളായി 2 മണിക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് 2 മണി വരെ നിന്നു. ഞാൻ ഫുൾ അടിക്കാൻ നോക്കി. ജസ്റ്റ് 2 ഓർഡറിലാണ് എനിക്ക് പോയത്. അങ്ങനെ രാത്രി 2:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. സോ മുടിയൊക്കെ ഫുള്ള് ദുരന്തമായിട്ടിരിക്കുകയാണ്. കാരണം ഹെൽമെറ്റ് വെച്ച് മുടിയെല്ലാം ഒരു പരുവമായി. നമ്മളത് നോക്കുന്നില്ല. കാരണം ഇപ്പം കുറച്ച് നാളത്തേക്ക് സൊമാറ്റോ ഓടുമ്പോഴത്തേക്കും മുടിയൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ തൽക്കാലം മുടി ഇവിടെ അടങ്ങിയിരി നമുക്ക് സൊമാറ്റോയുടെ കാര്യത്തിലേക്ക് പോവാം. സോ സൊമാറ്റോ ഇന്ന് ഞാൻ കുറേ നാളത്തേക്ക് ശേഷം, അതായത് അറൗണ്ട് ഒരു 2-2.5 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ 2 മണി എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തിട്ട്. ഞാൻ അന്ന് 2 മണിക്ക് പോയതാണ്. അതിൽ പിന്നെ ഇപ്പോഴൊന്നും 2 മണിക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നൊരു ക്യൂരിയോസിറ്റിക്ക് 2 മണി എടുത്തതാണ്. അതുമാത്രമല്ലാതെ എനിക്ക് ഇന്ന് മുതൽ ഈ സൊമാറ്റോ ഫുൾ ടൈമിൻ്റെ കാർഡ് ഇട്ട് വന്നു. സോ അത് ഏറ്റവും വലിയൊരു ചതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എമൗണ്ട് കയറും. ഫുൾ ടൈം കാർഡ് ഫുള്ളായിട്ട് അടിക്കുകയാണെങ്കിൽ എമൗണ്ട് കയറും. അതായത് ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 25 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ 750 രൂപ കിട്ടുമെന്നാണ്. എനിക്ക് 2 ഓർഡറിൽ പോയി 23 ഓർഡർ കിട്ടി. ജസ്റ്റ് 2 ഓർഡറിലാണത് പോയത്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ വെയിറ്റിംഗ് വന്നു. ഇത്രയും ടൈം നിന്നിട്ടും 1-2 മണിക്കൂർ വെയിറ്റിംഗ് വന്നു. 1 മണിക്കൂറോളം എനിക്ക് എറൗണ്ട് നമ്മുടെ ചിക്കിങ്ങിൽ വെയിറ്റിംഗ് വന്നു മാളോ ട്രാവൻകൂറിൽ. സത്യം പറഞ്ഞാൽ സൊമാറ്റോ കാണിക്കുന്ന മറ്റൊരു തേപ്പ് പരിപാടി നമുക്ക് വെയിറ്റിംഗ് ചാർജ് തരത്തില്ല. സത്യം പറഞ്ഞാൽ ഇവർ വെയിറ്റിംഗ് ചാർജ് നമുക്ക് തന്നിരുന്നെങ്കിൽ അത് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയനെ. ഈ പറയുന്ന ഹോട്ടലുകാർക്ക് കുറച്ചുകൂടെ നേരത്തെ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു മൈൻഡ് വന്നനെ. ഇതിപ്പോൾ സ്വിഗ്ഗിക്ക് വെയിറ്റിംഗ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കൊടുക്കും. സൊമാറ്റോയ്ക്ക് വെയിറ്റിംഗ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചില ഹോട്ടൽസൊക്കെ നല്ല രീതിയിൽ താമസിച്ചൊക്കെയാണ് തരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ MOTയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. ഓർഡറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ പിടിച്ചു നിർത്തും. റെഡി വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി ചെന്ന് നോക്കുമ്പോഴാണ് അവർ പറയുന്നത് അവർ ഓട്ടോമാറ്റിക് റെഡി അടിച്ചു വെച്ചൊക്കെയാണെന്ന്. അത് എല്ലാവരും ഈ പറയുന്ന പിക്കപ്പ് ലേറ്റ് കൊടുക്കത്തില്ല, അതായത് റെഡി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. അപ്പോൾ അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്യാൻ ലേറ്റായെന്ന് പറഞ്ഞേ കാണിക്കത്തുള്ളൂ ചിലപ്പോൾ. അതായത് നമ്മൾ റെഡി വന്നെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ അവർ പറയും റെഡി ആയിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്ര ടൈം കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരും അവിടെ റെസ്റ്റോറൻറ്റ് നോട്ട് റെഡി എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിക്കപ്പ് ലേറ്റ് എന്ന് പറഞ്ഞിട്ടേ വരത്തുള്ളൂ. അത് നമ്മുടെ ഇതിനെ ബാധിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കസ്റ്റമർ കെയർ എന്നെല്ലാം വിളിക്കും, നമ്മളെന്ത് പറ്റി പിക്കപ്പ് ചെയ്യാൻ താമസിച്ചതെന്ന്. അപ്പോഴത്തേക്ക് പറഞ്ഞാൽ മതി ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഓർഡർ ഡിലേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ താമസിക്കുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇവർ ഈ വെയിറ്റിംഗ് ചാർജ് വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടിയാനെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഓർഡർ അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ എത്ര മണിക്കാണ് ഇറങ്ങിയെന്ന്. രാവിലെ ഒരു 9 മണിക്ക് ഓണാക്കി വെച്ചു. പക്ഷേ ഇന്നലെയും ഫുൾ ടൈം ഓടിയതുകൊണ്ട് എനിക്ക് കുറച്ച് ടയേർഡ് ഫീൽ ചെയ്തു രാവിലെ. അതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് 12 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷേ ഇത്രയും ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഫുൾ ടൈം കാർഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എറൗണ്ട് 22 ഓർഡർ കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ അവർ 12 മണി വരെ അടുപ്പിച്ച് 13 ഓർഡറിൽ നിർത്തിയാണ്. സോ ഇന്ന് വെയിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു, നല്ല രീതിയിൽ ഓർഡർ വരുമായിരുന്നു. പിന്നെ ഒരു 2-3 പേരെ ഞാൻ കണ്ടായിരുന്നു മറ്റ് റൈഡേഴ്സിനെ. അപ്പോൾ അവരെന്ന് പറയുന്നത് ഒരു 10:30 ആയപ്പോഴേ 25 ഓർഡറും കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആ സമയത്ത് എറൗണ്ട് 16 ഓർഡറൊക്കെ എത്തുന്നതേ ഉള്ളൂ. അവർ 10:30 ആയപ്പോഴേ 25 ഓർഡറും കംപ്ലീറ്റ് ചെയ്തു. കാരണം അവർക്ക് മൾട്ടിയൊക്കെ കൊടുത്തു കാണും. സോ എനിക്കിന്ന് ഒറ്റ മൾട്ടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ പേയ്മെൻറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ 12:30 കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു 11 മണിക്കായിരുന്നെങ്കിൽ എനിക്ക് ഫുള്ളിന്ന് കൂളായിട്ട് അടിക്കായിരുന്നു. സോ 12:30 ഫസ്റ്റ് ഓർഡർ കിട്ടി, അത് ദേവിന്ന്. അടുത്ത ഓർഡറും 12:51, പിന്നെ 1:16, 1:34, 2:11, 2:37 തീർന്ന്. സോ ഇത്രയും ഓർഡേഴ്സ് മാത്രമാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. ഇത് 1:34 മൾട്ടി ഓർഡറാണ് കിട്ടിയത്. പിന്നെ എല്ലാം വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരമാണ്. വൈകുന്നേരം എന്ന് പറയുമ്പോൾ 6:30 കറക്റ്റ് 6:30 റഹ്മത്തിൽ നിന്ന് കിട്ടി. 7 മണി വീണ്ടും റഹ്മത്ത്, 7:30 ദേവി, പിന്നെ 8, 8:56, 9:17, 9:32, 9:51, 10:17, 10:45, 11 PM, 11:29 PM. സോ ഇത് ഇത്രയും പക്കയായിട്ട് കിട്ടി. വലിയ ലേറ്റൊന്നുമില്ല. അധികം ലേറ്റുള്ള ഒരിടത്തും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലായിടത്തും നമുക്ക് പെട്ടെന്ന് കിട്ടിയായിരുന്നു. പക്ഷേ ഇനിയാണ് നമുക്ക് ലേറ്റ് വരുന്നത്. അതായത് 3-ാം തീയതിൻ്റെ ഇതിലായിരിക്കും രാത്രിയുള്ള 12 മണിക്ക് ശേഷമുള്ളത് അവർ ആഡ് ചെയ്യുന്നത്. അതായത് എറൗണ്ട് 12:02 ഇവിടെ കിട്ടി ജോണി ഓൺ ദി ഗോ. കുഴപ്പമില്ലായിരുന്നു. ചിക്കിങ്ങിന് 12:15 വന്ന ചിക്കിങ്ങാണ്. അത് കൊടുത്ത് അടുത്ത ഓർഡർ കിട്ടിയത് ഏകദേശം 1 മണിക്കൂർ എടുത്തു. അത് എറൗണ്ട് ആ ഒരു റേഞ്ച് തന്നെ കിട്ടി എനിക്ക് മൊത്തം ടൈം പോയത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലേറ്റായത്. അതായത് 12 തൊട്ട് 2 മണിക്കിടയിൽ എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള 4 ഓർഡറാണ്. സോ ഇതൊരു 2 ഓർഡറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ 6 ഓർഡർ കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാമായിരുന്നു.
അതിവിടെ 425 അൺലോക്ക് ആയിട്ടുണ്ട്. 750 ആവാൻ ജസ്റ്റ് 2 ഓർഡറിൻ്റെ കുറവായിരുന്നു. ബാക്കി എല്ലാം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ആകുമ്പോൾ മാത്രമേ മാറത്തുള്ളൂ. ഇത് വേറൊരു റേറ്റ് കാർഡാണ്. ഇങ്ങനെ ഒരുപാട് റേറ്റ് കാർഡ് സൊമാറ്റോയിലുണ്ട്. ഞാൻ മറ്റൊരു റേറ്റ് കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതാണ് പറഞ്ഞത്, മറ്റൊരു റേറ്റ് കാർഡ്. ഇത് ഈ ട്യൂസ്ഡേത്തെ റേറ്റ് കാർഡാണ്, എൻ്റെ അല്ല. അവിടെ വന്ന വേറൊരു പയ്യൻ്റെ റേറ്റ് കാർഡ് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ്. കാരണം അവർക്ക് ഈ പറയുന്ന 9 ഓർഡറിന് 175 ഉണ്ട്, ബാക്കി 20 ഓർഡറിന് 325, 23-ന് 625. എനിക്ക് മാത്രമാണ് ഈ പറയുന്ന 9 ഓർഡർ മാറ്റിയിട്ട് ഇവർ ഫസ്റ്റ് തന്നെ 16 ഓർഡർ 215, 19-ന് 325, 23-ന് 625. എനിക്കൊരു 35 രൂപ കൂട്ടിയിട്ട് എറൗണ്ട് 16 ഓർഡറാണ് ഫസ്റ്റ് വെച്ചേക്കുന്നത്. സോ ഈ ഒരു കാർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈമായിട്ട് ഇറങ്ങാനും ഓക്കെയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർഡാണ് ബെസ്റ്റ്. പക്ഷേ ഇവർ എല്ലാവർക്കും ഒരേ കാർഡ് തരത്തില്ലല്ലോ, ഓരോ ആൾക്കാർക്ക് ഓരോ കാർഡല്ലേ കൊടുക്കുന്നത്. പാർട്ട് ടൈം പോലെ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ടൈമാണ് നഷ്ടം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു മാസം എന്താ ഇപ്പോൾ എറൗണ്ട് 2600 രൂപ, 2 ദിവസം കൊണ്ട് 2691 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട്. ഇന്നലെ 1-ാം തീയതി 1234, ഇന്ന് 2-ാം തീയതി ആയപ്പോൾ 1456, അതായത് എറൗണ്ട് 1500 രൂപ അടുപ്പിച്ച് ഏൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നാണ് ഫസ്റ്റ് ഡേ, 1456 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് 2-ാം തീയതി. അപ്പോൾ ഇനി 3-ാം തീയതി ഞാൻ ഇറങ്ങുന്നില്ല. ഇനി ബാക്കി 4-ാം തീയതി നമുക്ക് പ്ലാൻ ചെയ്യാം. 23 ഓർഡർ എടുത്തിട്ടുണ്ട് ഈ ആഴ്ച തന്നെ. ഒരു ദിവസം കൊണ്ടാണ് 23 ഓർഡർ എടുത്തത്. ഒരാഴ്ചയിൽ 100 ഓർഡറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കയറും. സോ ഞാൻ പണ്ട് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ 2020, 2021 ആ ഒരു സമയങ്ങളിൽ അത്യാവശ്യം ആ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കുമായിരുന്നു. വീണ്ടും അതേപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരണം. അപ്പോൾ കുറേ നാളായി ഫുള്ള് സൊമാറ്റോ ഒരു ടാർഗറ്റ് അടിച്ചിട്ട്. ഇന്ന് നമ്മൾ 2-ാമത്തെ ടാർഗറ്റിലേക്ക് കയറി 425. ഇനി നമ്മൾ നെക്സ്റ്റ് എന്തായാലും ഈ പറയുന്ന 625 അല്ലെങ്കിൽ 750 എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.